ഏവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിൽ നിന്നും കുമരംഗിരി റൂട്ടിലുള്ള പാതയോരത്തെ മനോഹരമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശത്തെ ഇപ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ടത്തൊക്കെ പാടത്ത് കൊയ്ത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നന്നായി ചെറിയ വഴിയാണെങ്കിലും മനോഹരമായ ഒരു യാത്രയാണ് നമുക്ക് ഇവിടുന്ന് അനുഭവപ്പെടുന്നത്. റോഡ് സൈഡിലൊക്കെ ചെറിയ ചെറിയ കടകളും അതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത. പക്ഷേ ഒരു വെള്ളപ്പൊക്കം അതുപോലുള്ള വെള്ളമൊക്കെ പൊങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ദുരിതമാണ്. കിലോമീറ്ററോളം ഏക്കർ കണക്കിന് ഇങ്ങനെ വയലുകൾ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. അതൊരു വ്യത്യസ്തമായൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മത്സ്യകൃഷി. അതൊരു നല്ല രീതിയിൽ ഇവിടെ മത്സ്യകൃഷികൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ റോഡിൻ്റെ സൈഡിലൊക്കെ ചെറിയ ചെറിയ കുളങ്ങളൊക്കെ ഉണ്ടാക്കി അതിൽ മീനിനെയൊക്കെ പാകത്തുകയൊക്കെ നമുക്ക് ലൈവായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഈ റൂട്ടിലൊക്കെ കൊയ്ത്ത് നടക്കുന്ന ഏരിയയിൽ ഇതുപോലൊക്കെ ഓരോ വാഹനം നമുക്ക് കാണാൻ സാധിക്കും. കൊയ്ത്ത് യന്ത്രങ്ങൾ കൊണ്ടുവരുന്ന വാഹനങ്ങളാണ് ഇത്. കൊയ്യുന്ന നെല്ലുകൾ കാര്യങ്ങളെല്ലാം ഇവിടുന്ന് വള്ളത്തിലാണ് ഇത് ശേഖരിച്ച് കൊണ്ടുപോകുന്നത്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് കാണാൻ സാധിക്കും. വലിയ വലിയ വള്ളത്തിൽ ഈ നെല്ല് ആൾക്കാർ കൊണ്ടുപോയിട്ടിട്ട് അവിടുന്ന് പാക്ക് ചെയ്താണ് പോകുന്നത്. ഈ പരിസരത്ത് ഒരു പള്ളിയുണ്ട്, കുമരംഗിരി പള്ളി. ആ പള്ളിയിലെ പെരുന്നാൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പള്ളിയുടെ പ്രദേശങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്നുള്ള രീതിയിൽ അങ്ങോട്ട് യാത്ര ചെയ്തിരിക്കുകയാണ്. പള്ളിയിലേക്കുള്ള വഴിയാണ് നിങ്ങൾ ഈ കാണുന്നത്. വളരെ ചെറിയൊരു വഴിയാണ്, മനോഹരമായൊരു പ്രദേശമാണ്. നമുക്കത് കാണുമ്പോൾ തന്നെ വ്യക്തമാകുന്നത്. ഇട സൈഡിലൊരു കളിക്കളമുണ്ട്, വലത് സൈഡിലൊരു മനോഹരമായൊരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇവിടെ പള്ളിയിലേക്കുള്ള മെയിൻ പാത നമ്മൾ കടന്നു വരികയാണ്. പള്ളിയുടെ വശങ്ങളിലെല്ലാം ഈ വയലുകൾ നമുക്ക് കാണാൻ സാധിക്കും. വയലിൻ്റെ സൈഡിൽ തന്നെ ഇതല്ല നെല്ല് കളക്ട് ചെയ്ത് അത് കൂട്ടിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ കണ്ടങ്ങളിൽ ഇപ്പോൾ കൊയ്ത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മെഷീന് കൊയ്ത്ത് നടന്നിട്ട് ഇതുപോലെ ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടുവന്നത് ശേഖരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടുന്ന് വലിയ ട്രാക്ടറിലാണ് ഇവിടുന്ന് കയറ്റിക്കൊണ്ടുപോകുന്നത്. ഈ തോടിനെ അപ്പുറത്തെ കരയായിട്ട് ബന്ധിപ്പിക്കാൻ വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ഒരു പാലമാണ്. ഈ വള്ളങ്ങളൊക്കെ പോകുന്നതുകൊണ്ടാണ് ഇതിന് ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ ഇത് പണിത് വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ പ്രസിദ്ധമായ പള്ളിമുറ്റത്ത് എത്തിയിരിക്കുകയാണ്. പള്ളിയുടെ ഈ സൈഡിലൊക്കെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ട് ഇരിക്കുന്നു. അപ്പുറത്തെ സൈഡാണ് മെയിനായിട്ട് പള്ളി. ആ കാണുന്നത് പള്ളിയുടെ ശ്മശാനം. ഇപ്പം പള്ളി മൊത്തത്തിലൊരു ഭക്തിസാന്ദ്രമായൊരു അന്തരീക്ഷം നമുക്ക് നല്ല രീതിയിൽ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. പള്ളിയിലേക്ക് മേളക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിലെ പ്രശസ്തരായ മേളക്കാരാണ് ഇവിടെ മേളങ്ങൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ നല്ലൊരു ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പള്ളിയുടെ നേരെ ഫ്രണ്ട് ഭാഗമാണ് ഈ കാണുന്നത്. അവിടെ ഈ തോട്ടി മൊത്തം പായലുകൾ നിറഞ്ഞിരിക്കുകയാണ്.
ഈ പോള, വാഴപ്പോള എന്നൊക്കെ ഇങ്ങനെ പറയും. പല നാട്ടിലും പല പേരുകളിൽ ഇത് അറിയപ്പെടും. അതുപോലെ തന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഇവിടെ മീനൊക്കെ പിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ട്രഡീഷണൽ മെത്തേഡ് സിസ്റ്റമാണത്. ഇവിടെ നിന്നുള്ള പള്ളിയുടെ ദൃശ്യം മനോഹരമാണ്. പള്ളിയെ കൂടുതലും കൂടി സുന്ദരമാക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നെല്ല് ശേഖരിക്കുന്ന മെഷീനാണ്. പാടത്തു നിന്ന് നെല്ല് കളക്ട് ചെയ്തിട്ട് ഇതുപോലുള്ള ഏരിയയിൽ കൊണ്ടുവന്നത് ശേഖരിക്കുകയാണ്. ഇവിടെ ഉള്ള വീടിൻ്റെ എല്ലാം ഫ്രണ്ടിൽ ഓരോ ചെറിയ വള്ളങ്ങൾ കാണും. അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിലോട്ടൊക്കെ വരാൻ വേണ്ടി ഫൈബർ കൊണ്ട് ഉപയോഗിച്ചിട്ടുള്ള വള്ളങ്ങളാണ് കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. തിരുവനന്തപുരത്തു നിന്ന് വന്നൊരു സെറ്റാണ് ഇപ്പോൾ പാട്ടുകൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കതിൻ്റെ ആ പാട്ടുകൾ ദൃശ്യങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടി അങ്ങോട്ട് ഒന്ന് പോകാം. നമ്മൾ നമ്മുടെ യാത്ര തുടരുകയാണ്. അതുപോലെ തന്നെ മനോഹരമായ ഒരു ദൃശ്യമാണ് നമുക്ക് ഈ ഏരിയ മൊത്തം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചെറിയ ചെറിയ കടകളും, പക്ഷേ അത് ഒരു ചെറിയ ഹോട്ടലാണ്. അതെല്ലാം അടുത്തുള്ള എല്ലാം നമുക്ക് ചെറുകടികളും കാര്യങ്ങളെല്ലാം അവിടെ കിട്ടും. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ചെറിയൊരു കുളമാണ്, വയലിൽ തന്നെ ഉള്ളതാണ്. വളരെയധികം ധാരാളം താറാവിൻ്റെ കൂട്ടത്തെയാണ് നമുക്ക് കാണുന്നത്. അവിടെ ഒരു കൃഷിയാണ്, താറാവിൻ്റെ കൃഷിയാണ് അവിടെ കൂടുതലായിട്ട് ഉള്ളത്. മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഇവിടെയുള്ള കടകളൊക്കെ ചെറിയ കടയാണ്, ചെറിയ കടകളും അതുപോലെ തന്നെ ടയർ കടയാണ് കാണുന്നത്. പിന്നെ ഇവിടെ കണ്ടത്തിലെല്ലാം കൊയ്ത്ത് നടക്കുന്നത് കൊണ്ട് കൊയ്ത്ത് കഴിഞ്ഞ വയലിലെല്ലാം അവർ വെള്ളം കയറ്റിയിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നല്ല ചേറിൻ്റെ സ്മെല്ലും ഉണ്ട് ഇവിടെ എല്ലാം.
ഇവിടുള്ള റോഡിൻ്റെ സൈഡിലൊക്കെ പൊക്കം കുറഞ്ഞ തെങ്ങുകളാണ് ധാരാളമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അതിനകത്ത് തേങ്ങയൊക്കെ ധാരാളമായിട്ടുണ്ട്. നമ്മൾ മുമ്പ് കണ്ട ആ സ്ഥലത്തേക്ക് നമ്മൾ ഒന്നുകൂടി പോവുകയാണ്. അവിടെ കൂടി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോകാമെന്നുള്ള രീതിയിലാണ് നമ്മുടെ യാത്ര. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ അവിടെ ആളുകളൊക്കെ കളിക്കാൻ വന്നിട്ടുണ്ട്. പിന്നെ അമ്പലത്തിൽ ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങോട്ട് നമ്മൾ പോയപ്പോൾ മുമ്പ് നമ്മൾ കാണിച്ചില്ല, ഒരു ചെറിയൊരു ഇരുമ്പ് പാലം കയറിയിട്ട് വേണം അപ്പുറത്തേക്ക് ചെല്ലാൻ. ഇവിടെയൊക്കെ ഇപ്പം വെള്ളം കയറ്റി വിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ആ വെള്ളം കയറുന്നതിന് മുമ്പ് ആ നെല്ലെടുത്ത് മാറ്റിയില്ലെങ്കിൽ അത് വേസ്റ്റായി പോകത്തേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. ചാനൽ ഷെയർ ചെയ്യുക. പുതിയ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക.